I'm Dr. Sunil, working in the orthopedic spine department. ആഴ്ചയിൽ 2 ദിവസം നമ്മളിവിടെ സ്പൈൻ ക്ലിനിക്കായിട്ട് ഡെഡിക്കേറ്റഡ് ക്ലിനിക്സ് നടത്തുന്നുണ്ട്. നട്ടെല്ല് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്ന ക്ലിനിക്കാണ്. നമ്മൾ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽ ഹിസ്റ്ററി, അതായത് പേഷ്യൻ്റ് എക്സ്പെക്റ്റേഷൻ എന്താണോ, അതായത് ഫോർ എക്സാമ്പിൾ ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ, ഒരു ചെറുപ്പക്കാർക്കുള്ള ആവശ്യമായിരിക്കില്ല കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളിൽ വരുന്നത്. അപ്പോൾ ഹിസ്റ്ററി ടേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സമയമെടുത്ത് തന്നെ ഹിസ്റ്ററി എടുക്കുന്നു, അവരുടെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു, അവർക്ക് വേണ്ട ഒരു ചികിത്സ നിർണ്ണയിക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് MRI സ്കാൻ, CT സ്കാൻ, എക്സ്റേസ്, ബ്ലഡ് ടെസ്റ്റ് ഇതെല്ലാം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു സോഴ്സ് ഓഫ് പെയിൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വളരെ ഫലപ്രദമായി യൂസ് ചെയ്യാവുന്ന ഒന്നാണ് റൂട്ട് ബ്ലോക്ക് ഇഞ്ചെക്ഷൻസ്. അത് നമ്മൾ പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്ത് ഏത് നെർവ് റൂട്ടാണോ അദ്ദേഹത്തിന് പെയിൻ ഉണ്ടാക്കുന്നത്, നമുക്ക് ആ കറക്റ്റ് നട്ടലിൻ്റെ ഉള്ളിൽ ഏത് കശേരുക്കളിൽ നിന്നാണോ പെയിൻ ഉത്ഭവിക്കുന്നത് അതെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ ഇഫക്റ്റീവായിട്ടുള്ള ചികിത്സ നൽകാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഫലപ്രദമായി ഫിസിയോതെറാപ്പി കൊണ്ട് മാറ്റാവുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. ഓപ്പറേഷൻ വേണ്ടി വരുന്ന കേസുകളുണ്ട്. അത് നമുക്ക് MRIയിലൂടെയും അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റിലൂടെയും രോഗിയുടെ കൈകാൽ ചലിപ്പിക്കുന്നതിനുള്ള ബലം അഥവാ അതെല്ലാം നോക്കിയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. നമുക്ക് ഫ്രാക്ചേഴ്സ്, സ്പൈൻ്റെ ഡീജനറേറ്റീവ് ചേഞ്ചസ്, നട്ടെല്ല് തേയ്മാനം സംഭവിക്കുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ ഡിഫോമിറ്റീസ്, കൂടാതെ സ്പൈൻ ട്യൂമറുകൾ, ഇൻഫെക്ഷൻസ്, അങ്ങനെ പലതരത്തിലുള്ള കേസുകൾ കാണാറുണ്ട്. അതിൽ നമ്മൾ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്ന് സഹകരിച്ച് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റീസും കോർത്തിണക്കി അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളെല്ലാം അവരോട് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മളത് ചെയ്യുന്നത്. ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് സർജറി ഡീജനറേറ്റീവ് അസുഖങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. അതാണ് ഒരു 80% ഓഫ് ദി ടൈം നമ്മളുടെ ക്ലിനിക്കിൽ നമുക്ക് കിട്ടുന്ന കേസുകൾ. അതിൽ തന്നെ സർജറി വേണമെന്ന് നമ്മൾ പറഞ്ഞാലും പേഷ്യൻസ് സർജറി കൂടാതെ എങ്ങനെയെങ്കിലും മാറ്റാമോ എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കൺസർവേറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യുക, അതായത് സർജറി കൂടാതെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളത് ചെയ്യുക തന്നെ ചെയ്യും. അതിനായി നമുക്ക് സാധാരണ ഹോസ്പിറ്റലിൽ ഇല്ലാത്ത 2 ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ഉണ്ട്. ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, അതുപോലെ തന്നെ അക്യുപഞ്ചറുണ്ട്. നമ്മളതെല്ലാം ഈ ക്രോണിക് പെയിൻ, അതായത് വിട്ടുമാറാത്ത വേദനകൾക്ക് അതെല്ലാം ചില അവസരങ്ങളില്ലെങ്കിലും അത് ഫലപ്രദമായി കാണാറുണ്ട്. സർജറികൾ പറയുകയാണെങ്കിൽ നമുക്ക് വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ കമ്പനികളിലായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ വളരെയധികം കൺസെഷൻ ചെയ്യാറുണ്ട്. മാനേജ്മെൻറ്റായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ഏറ്റവും സന്നദ്ധമായി തന്നെ മുന്നോട്ട് വരാറുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും നിങ്ങൾക്ക് വിശ്വസിച്ച് ആശ്രയിക്കാവുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് സെൻറ്റ് ജോസഫ്സ് മഞ്ഞുമൽ ഹോസ്പിറ്റലിലെ സ്പൈൻ ഡിപ്പാർട്ട്മെൻറ്റ്.